കായംകുളം BRCയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, പൊതുവിദ്യാലയങ്ങളിലെ SMC, PTA പ്രസിഡന്റുമാർ എന്നിവർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാലയുടെ ഉദ്ഘാടനം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D. അംബുജാക്ഷി നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ഗുണമേന്മ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കായംകുളം BRCയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർക്കും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർക്കും പൊതുവിദ്യാലയങ്ങളിലെ SMC, PTA പ്രസിഡന്റുമാർക്കുമായി ശില്പശാല സംഘടിപ്പിച്ചു. കായംകുളം BRC ഹാളിൽ നടന്ന ശില്പശാലയുടെ ഉദ്ഘാടനം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D. അംബുജാക്ഷി നിർവഹിച്ചു. നമ്മുടെ മക്കളുമാര് നമുക്ക് ഉപകരിക്കാതെ വഴിവഴിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് അതിനും കൂടി ഒരു നല്ല കമ്മിറ്റി എല്ലാ സ്കൂളുകളിലും ഉണ്ടായിരിക്കണം. ജാഗ്രത കമ്മിറ്റി അതിനുണ്ടാവണം. അതായത് നാർക്കോട്ടിക്സിന്റെ ഉപയോഗം കണ്ടെത്തുവാനും അതിന് കൃത്യസമയത്ത് അതിന്റെ അതായത് എക്സൈസ് വകുപ്പിനോ അതല്ലെങ്കിൽ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനോ ഒക്കെ ആ നിർദ്ദേശം കൊടുക്കുവാനും എല്ലാം സ്കൂൾ തലത്തിലുള്ള ഒരു സമിതി ഉണ്ടാവണം. അതുപോലെ തന്നെ വാർഡ് തലങ്ങളിൽ സമിതി ഉണ്ടാവണം. നമ്മളെല്ലാം വളരെ ജാഗ്രതയോടുകൂടി കോവിഡ് കാലം നമ്മൾ അഭിമുഖീകരിച്ചാണ്, വളരെ വിജയകരമായി നമ്മൾ അഭിമുഖീകരിച്ചാണ് കോവിഡ് കാലം. കൃത്യമായ ജാഗ്രതാ സമിതിയോടെയാണ് പോയത്. അത്തരത്തിലുള്ള ഒരു സമിതികളുടെ രൂപീകരണവും അതിന്റെ പ്രവർത്തനം തുടർച്ചയായി തന്നെ പോകണം. അപ്പൊ അത്തരത്തിലേക്ക് നമ്മളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നമ്മൾ മാറിയെന്ന് കുറ്റം പറയുന്നതിലേക്ക് മാറിയിട്ട് നമ്മൾ ഇതിന്റെ സമൂഹത്തിന്റെ ഭാഗമായി നമ്മുടെ മക്കളുമാരുടെ അതായത് വിജയത്തിന്റെ ഭാഗമായി നമ്മൾ ഓരോരുത്തരും മാറിയെങ്കിൽ മാത്രമേ ഈ പൊതുവിദ്യാഭ്യാസം അതായത് സംരക്ഷണ യജ്ഞത്തിന്റെ തുടർച്ചയായി വന്ന പൊതു ഗുണനിലവാര അതായത് നമ്മുടെ വിദ്യാഭ്യാസം ഗുണനിലവാരത്തിന്റെ ഒരു മികച്ച മാറ്റത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പൊതുവിദ്യാലയത്തിന്റെ മികവുകൾക്ക് ജനകീയ പിന്തുണ ഉറപ്പാക്കുകയാണ് ശില്പശാലയുടെ ലക്ഷ്യം. ഗ്രാമപഞ്ചായത്തുകൾക്കും സ്കൂൾ SMCകൾക്കും വിദ്യാലയ അക്കാദമിക മികവുകൾക്കായി എന്ത് ചെയ്യാനാകും എന്നതായിരുന്നു ശില്പശാലയിലെ പ്രധാന ചർച്ചാ വിഷയം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് തല പ്രവർത്തന പദ്ധതികൾ രൂപീകരിക്കും. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസത്തിന്റെ ജനകീയവൽക്കരണമാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് പറഞ്ഞത്. അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു. അധ്യാപകനും കുഞ്ഞും അതുപോലെ തന്നെ രക്ഷിതാക്കളും പൊതുസമൂഹവും SMCയും ജനപ്രതിനിധികളും എല്ലാവരുടെയും കൂടി ചേർന്നുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് അത്രത്തോളം ഒരു പ്രവർത്തന മികവ് കൊണ്ടുവരുവാനും നമുക്കറിയാം എല്ലാ സ്കൂളുകളും ഇന്ന് ഹൈടെക് നിലയിലേക്ക് അന്താരാഷ്ട്ര തലത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റിയെടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു പോവുകയും ചെയ്യുകയാണ്. അന്താരാഷ്ട്ര നിലവാരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും തന്റെ സമപ്രായക്കാരായ കുഞ്ഞുങ്ങളോട് കിടപിടിക്കത്തക്ക രീതിയിൽ നമ്മുടെ മക്കൾ മാറുകയാണ്. ഇവിടെ ഇരിക്കുന്ന SMC ചെയർമാൻമാരെല്ലാം ഓരോ കുഞ്ഞുങ്ങളുടെയും രക്ഷിതാക്കൾ തന്നെയാണ്. നിങ്ങളുടെ മക്കളുടെ പ്രകടമായ മാറ്റം അല്ലെങ്കിൽ അവരുടെ സമസ്ത മേഖലയിലുള്ള വികസനവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ സ്കൂളുകൾ നടപ്പാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്നിരുന്നാൽ പോലും ഇടക്കാലത്ത് ചെറിയ തോതിലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ എണ്ണം വീണ്ടും ഒരു ഏറ്റക്കുറച്ചിലേക്ക് ഒരു എണ്ണക്കുറവൊക്കെ വരാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിച്ചു, ഭൗതിക സാഹചര്യം വികസിക്കേണ്ടതിന്റെ ആവശ്യകത വന്നു. ഒരുപാട് പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട MLA കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ സ്കൂളുകളിലും എന്തെങ്കിലും തരത്തിൽ വളരെ മികവാർന്ന തരത്തിലുള്ള നമ്മുടെ പ്രകടമായ മാറ്റം തന്നെയാണ്. ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 7 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ, ഇപ്പോഴത്തെ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1.5 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ, കൃഷ്ണപുരം സ്കൂളിലാണെങ്കിൽ 2-ാം തീയതി ഒരു ഉദ്ഘാടനം നടക്കാൻ പോകുന്നു, 1,35 ലക്ഷം രൂപയുടെ. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, അത് കെട്ടിടങ്ങളാണെങ്കിൽ അതുപോലെ തന്നെ നഗരസഭ എന്ന രൂപത്തിൽ ഞങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങളെ കൊണ്ടാകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഞങ്ങൾ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. കായംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. സിന്ധു സ്വാഗതം പറഞ്ഞു. കായംകുളം BPC ബിന്ദുമോൾ A. പദ്ധതി വിശദീകരണം നടത്തി. BRC ട്രെയിനർ ഗായത്രി J. ശില്പശാല നയിച്ചു. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കൊട്ടിരേത്ത്, കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന സുരേന്ദ്രൻ, BRC ട്രെയിനർ നൌഫിറ C. എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി B. അനിൽ ബോസ് കൃതജ്ഞത പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, കായംകുളം.